ഹായ് ഫ്രണ്ട്സ് ടൊരട്ടുവാ ഹീറോയ്ക്ക് അത് കേട്ട് ഷോക്കായിരുന്നു. അപ്പോൾ ഹീറോ എന്നെ മമ്മി കേൾക്കായിരുന്നു. കേട്ടേക്കറാ കുട്ടീൻ്റെ മമ്മി എവിടെ? അറിയില്ലപ്പാ, കുട്ടീനെ മാത്രം സാർ നോക്കാൻ പറയാം, മമ്മി എവിടെയുണ്ടോ എനിക്കറിയില്ല, ഞാൻ കേട്ട് നോക്കിയിട്ട് എന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെ കേട്ടേക്കർ എനിക്ക് ജോലിയുണ്ട് പറഞ്ഞ് കുട്ടീനെ എടുത്തുകൊണ്ട് പോയായിരുന്നു. കുട്ടി സമ്മതിക്കൂല, ഞാൻ ഇവിടെ കൂടെ ഒട്ടുന്നതെന്ന് പറഞ്ഞ് ഹീറോയിനെ കെട്ടി പിടിച്ചിരിക്കുക. അങ്ങനെ ആൻറ്റി ഹീറോയിനെ മമ്മി പറയുന്നു, സാറില്ല ഞാൻ നോക്കിക്കളാം, വേണ്ട വേണ്ട സാർ അറിഞ്ഞ പ്രശ്നവും എന്ന് പറഞ്ഞ് ഹീറോയി ആ ബേബീനോട് ഹീറോയും കൂടെ പോയായിരുന്നു. വീട്ടിൽ പോയിരുന്നു. ഹീറോ ഫോട്ടോ എല്ലാം നോക്കുമ്പോൾ അവിടെ ആര് ഹീറോ പിന്നെ ഹീറോയുടെ വൈഫിൻ്റെ ഫോട്ടോ അല്ല ചങ്കുക്ക് മാരേജ് ചെയ്ത് വൈഫിൻ്റെ ഫോട്ടോ എല്ലാം ഉണ്ടായിരുന്നു. ചങ്കുക്ക് വൈഫ് ബേബീൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ശരി ഓക്കെ എന്ന് ഹീറോ ബേബിക്ക് ഇങ്ങനെ ബേബീനെ ഹീറോയെ ഉറക്കിൻ്റെ അവിടെ നിന്ന് ഗുടുഗുടു ഒറ്റ ഓട്ടം പോയി. അങ്ങനെ ഹീറോയ്ക്ക് ലേറ്റായിരുന്നു. ഇങ്ങനെ ഹീറോ ഒറ്റ ഓട്ടം പോയിരുന്നു. അതേ ഹീറോയ്ക്ക് സ്കൂളിലായിരുന്നു, അതുകൊണ്ട് ഹീറോ ഓടിപ്പോയി. അതിന് വീട്ടിൽ പോയാണ് മമ്മി എന്ന് പറയായിരുന്നു. അങ്ങനെ ജങ്കുക്ക് വന്നായിരുന്നു. ജങ്കുക്ക് വീട്ടിൽ വന്നായിരുന്നു. മേഡൊന്ന് കേട്ടായിരുന്നു. ഇല്ല സാർ എല്ലാം ശരിയാണ് സാർ, എന്ന് ബേബിനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ഹീറോ ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങിയ ഹീറോയ്ക്ക് ജങ്കുക്ക് മമ്മി ഡാഡി വന്നായിരുന്നു. ഹീറോയുടെ മമ്മിയോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഹീറോയ്ക്ക് മനസ്സിലായി ഓക്കെ അപ്പോൾ വൈഫില്ല എന്ന് പറഞ്ഞ് ജങ്കുക്ക് എന്നാൽ ഹീറോയ്ക്ക് മനസ്സിലായിരുന്നു. അങ്ങനായിട്ട് ജങ്കുക്ക് വരുന്ന ലവ് മാരേജ് ആണ് ആയത്. ജങ്കുക്ക് വൈഫ് ആക്സിഡൻറ്റിൽ അവിടേക്ക് ചെല്ലാൻ പറ്റില്ല, അവിടേക്ക് വെച്ച് പോയി. അതുകൊണ്ട് ജങ്കുക്ക് വൈഫ് ഇല്ലാതായി. അതുകൊണ്ട് ജങ്കുക്ക് ഇപ്പോൾ മാരേജ് കഴിക്കാതെ സിംഗിൾ ഡാഡി ആയിട്ട് ബേബി നന്നായിട്ട് നോക്കാനും. ബേബിക്ക് 1 വയസ്സാകുമ്പോൾ ആക്സിഡൻ്റ് ആയതാണ് ബേബീൻ്റെ മമ്മിക്ക്. അതെ, അങ്ങനായിട്ട് ഹീറോ ആണ് ബേബി നന്നായിട്ട് നോക്കുന്നത്. അങ്ങനായിട്ട് ബേബി ഡാഡി എനിക്ക് വേണം എന്ന് പറഞ്ഞ് കുടു ഓടി വന്നു. എന്താ? എനിക്ക് ടോയ്സ് വേണം ഡാഡി എന്നിട്ട് ക്യൂട്ടായിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. അതിനായിട്ട് ശരിപ്പാ എന്ത് വേണോ? എനിക്ക് ബാർബി വേണം. ശരിപ്പാ എന്ന് പറഞ്ഞ് ബേബിന് ഷോപ്പിംഗ് കൊണ്ടുപോയിരുന്നു. അതേ ഷോപ്പിംഗ് ഹീറോയിൻ്റെ മമ്മിയും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ജങ്കുക്കിന് മമ്മി ഡാഡി വന്ന യഥാർത്ഥ ഷോപ്പിംഗ് ചെയ്യാൻ വന്ന ജങ്കുക്കിനെ കണ്ടിട്ട് എന്ത് പറ്റി? അല്ല ബേബിന് ഗ്രാൻഡ് ഇതായിട്ട് ഹീറോയിൻ്റെ ഹീറോയിൻ മമ്മി ഡാഡി കൂടെ വന്നാണ്. ഹീറോയിൻ മമ്മിയും ഡാഡിയും പിന്നെ ബേബിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബേബി മമ്മി എന്ന് പറഞ്ഞ് ഹീറോയിൻ ഷോക്ക് ചെയ്ത് നോക്കാം. ബേബി വന്ന് ഹീറോയിൻ ആക്ട് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് ബേബി കൂടെ ഡാൻസ് ചെയ്യാം. അയ്യോ സാറുണ്ടല്ലോ. ജങ്കുക്ക് ഹീറോയിൻ നോക്കിയോണായിരുന്നു. അതായിട്ട് ജങ്കുക്ക് മമ്മി ഡാഡി ഹീറോ മമ്മിയുടെ ഡാഡി സംസാരിക്കാറുണ്ട്. ബേബി ഹീറോയി കൂടെ ഒട്ടാൻ തുടങ്ങി. ജങ്കുക്ക് വിളിക്കുമ്പോൾ ജങ്കുക്കിട്ടേ പോവില്ല. വാ ടോയ്സ് വേണോ മേടിച്ച് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ജങ്കുക്ക് മമ്മി ഡാഡി പറയുന്നു, എടാ അവളെ വിളിച്ചോണ്ട് പോടാ, ഇല്ല കുട്ടി വരില്ല. ജങ്കുക്ക് ടെൻഷനായിരുന്നു. ജങ്കുക്ക് മോക്കായിരുന്നു. ഹീറോ ചിരിക്കുന്നു. ഒന്നുമില്ല അങ്കിൾ എന്ന് പറയായിരുന്നു. അങ്കിൾ എന്ന് പറയുന്നു. പാവ ഹീറോയ്ക്ക് എന്ത് ചെല്ലാൻ പറ്റില്ലായിരുന്നു. ചേട്ടാതെന്ന് പറയുന്നു. ഇല്ല സാർ എന്ന് പറഞ്ഞു. ഹീറോ ബേബിൻ്റെ കൂടെ പോയി. നിനക്ക് വേണോ? ഈ ടോയ് ഒക്കെയാണോ ഇതൊക്കെയാണോ? ഹീറോയ്ക്ക് കയറുന്നത്. 2 പേർക്കും ടോയ് ഇഷ്ടപ്പെട്ടായിരുന്നു. വാവ് നന്നായിട്ടുണ്ടല്ലോ ടോയ് എന്ന് പറഞ്ഞു. ഒരു ബാർബിയാണ്. അതിൽ ബാർബി ഹൗസ് എല്ലാം ഉണ്ട്. ഗേൾ ബാർബി, ബോയ് ബാർബി, ബേബീസ് എല്ലാം ഉണ്ട്. വലിയ ഹൗസാണ്. അതുമാത്രമല്ല ഹീറോയ്ക്ക് അത് കണ്ട് ലൈറ്റ് കത്തിയായിരുന്നു. വാവ് ഫാമിലി എല്ലാം ഉണ്ടായിരുന്നു. ബേബി ഹീറോ അത് വെച്ച് കണ്ടെടുക്കരുത്. ഹീറോ അത് നോക്കുക, ബേബി അത് നോക്കുക. ഡാഡി എനിക്കിത് വേണോ എന്ന് ക്യൂട്ടായിട്ട് ബേബി പറയായിരുന്നു. ജങ്കൊക്കെ ഷാക്കായിരുന്നു. എന്താ ഇതെന്ന് വേണോ ഡാഡി എന്ന് പറഞ്ഞു മുറിക്കായിരുന്നു. ശരിടാ എങ്ങി തരാം. ജങ്കൊക്കെ അതും പണം കൊടുത്ത് മേങ്ങി വന്നായിരുന്നു. താങ്ക് യു ഡാഡി എന്ന് പറയായിരുന്നു. ആനെ ടേസ്റ്റ് നന്നായിട്ട് പോകാറുണ്ട്. ഹീറോയിൻ ചെറിയ ഐഡിയ കൊടുക്കായിരുന്നു. അതുമാത്രമല്ല ഹീറോയിൻ ബേബി എന്നോട് ടോയ് വേണമെന്ന് പറയായിരുന്നു. ജങ്കൊക്കെ തല കഴിക്കുക, എന്താടാ വേണം എന്ന് പറഞ്ഞ് ഹീറോയി ഫോട്ടോ കാട്ടിയായിരുന്നു. ഇവിടേക്ക് വന്നിട്ടുണ്ട് ഷോപ്പിംഗൊക്കെ. ഹീറോയി പറയായിരുന്നു ബേബീസിനോട്, ഇതോ ഈ ഷോപ്പിങ്ങിൽ വരാം. ബേബി പറഞ്ഞു, ആ ഷോപ്പിംഗ് എൻ്റെ ഡാഡിൻ്റെതാ എന്ന് പറയുന്നു ക്യൂട്ടായിട്ട്. അങ്ങനെയാണോ? ഇത് വന്നിട്ടുണ്ടോ എന്ന് പറയായിരുന്നു. ഹീറോയി പറഞ്ഞു കേട്ട ബേബിക്ക് വാവ് നന്നായിട്ടുണ്ട്, ഞാൻ പോയിട്ട് വേഗം പോകുന്നതെന്ന് പറയായിരുന്നു. ഹീറോയെ വിളിച്ചായിരുന്നു. ഇല്ലല്ലോ നോ വരുന്നില്ല. ഡാഡി എനിക്ക് ഗിഫ്റ്റ് വേണോ എന്ന് പറയുന്നു. എനിക്ക് വേണോ എന്ന് പറയുന്നു. നിനക്ക് ലവ് സ്മേതൊന്നു ഡാഡി എന്ന് പറയരുത്. അങ്ങൊക്കെ ചേച്ചാ ശരി ബാധത്തോട്ട് പോയിരുന്നു. എന്ത് ഗിഫ്റ്റ്? അങ്ങനെ തേടി നോക്കുമ്പോൾ അവിടെ ഒരു എന്നൊരു പീസായിരുന്നു. ഒരു പീസ് മാത്രം ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വേറെ ബേബി എടുത്തോണ്ട് പോകുമായിരുന്നു. ഡാഡി മമ്മി അങ്ങനത്തെ അത് മേങ്ങിട്ട് കുട്ടി കേൾക്കായിരുന്നു. അപ്പോൾ ഒയ്യാരിക്ക് ഇപ്പോൾ ഈ കുട്ടി മേങ്ങുമല്ലോ ഓടിപ്പോയി. അങ്ങനായിട്ട് ഒയ്യാരി അത് മേങ്ങായിരുന്നു. ബാത്റൂം പോകുന്നവൻ്റെ ആ കുട്ടി അവിടുന്ന് പോയിരുന്നു. അതൊരു ബോയ് ബേബി ആയിരുന്നു.
ഗിഫ്റ്റ് മേങ്ങാൻ നിൽക്കായിരുന്നു. ഗുഡു ഓടിപ്പോയി ഒയ്യാരി എനിക്കിത് വേണം ഡാഡി എന്ന് പറയുന്നു. അത് ഹോസ്പിറ്റലായിരുന്നു. ഹോസ്പിറ്റൽ എന്തൊരു സാധനമുണ്ട്, വലിയൊരു ഹോസ്പിറ്റൽ. ശരി ഒയ്യാരി എന്ന് പറഞ്ഞു. ഒയ്യാരി അത് മേങ്ങി എടുത്തോടി ഗുഡു ഓടിപ്പോയിരുന്നു. അതെ അവിടെ ഉള്ളത് ചങ്ങക്ക് പറയുന്നു. എന്താ ഇത് ഒരു പീസുള്ള? ഇല്ല സാർ, ബാക്കി എവിടെ ഉള്ളത്? ചങ്ങക്ക് കേൾക്കുമ്പോൾ ഉണ്ട് സാർ വെക്ക എന്ന് പറഞ്ഞു. അതിൽ എന്തല്ല കുറഞ്ഞിട്ടു, അങ്ങനത്തെ സാധനം ഇനിയും ഉണ്ട്. കുറഞ്ഞ ചാടൽ വെച്ച് ഡെക്കേഴ്സ് ചെയ്തായിരുന്നു. അതേ കാലിയായത്. അതുകൊണ്ട് ഒരു സാധനം പോട്ട് സാർ, അതുകൊണ്ടാണ് വെച്ചത് പറയുന്നത്. ശരി ഓക്കെ എന്ന് പറഞ്ഞു. നിറയെ സാധനം. ആ കുട്ടി വന്ന് നോക്കുമ്പോൾ മമ്മി ഇത് വേണം, ഇതെന്ത് ഫുള്ളായല്ലോ എന്ന് പറഞ്ഞു. ആ ബേബി അത് എടുത്തോണ്ട് പോയത്. ഒരു ജ്യൂസ് കുടിച്ചോണ്ടായിരുന്നു. നോക്കുമ്പോൾ ഷാക്ക് ഇനിയും ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ഷാക്കായി നോക്കുമ്പോൾ. അതുകൊണ്ട് വയ്യാരിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനായിട്ട് വീട്ടിലേക്ക് എടുത്തോണ്ട് വന്ന് കണ്ടോ ഇതാ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ രണ്ടുപേരും കളിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ജങ്കുക്ക് വരുന്ന സൗണ്ട് കേട്ടായിരുന്നു, കാറിൻ്റെ വോയിസ്. ജങ്കുക്ക് ടെൻഷൻ വഴക്ക് പറഞ്ഞു വരായിരുന്നു. ജങ്കുക്ക് വന്ന് നോക്കും, ജങ്കുക്ക് ഷോക്കായിരുന്നു. ജങ്കുക്ക് മമ്മി ഡാഡി അവിടെ ഇരുന്നിട്ട് അവർ സംസാരിക്കുമായിരുന്നു. ജങ്കുക്ക് ഇപ്പോൾ ശരി ഓക്കെ എന്നാൽ ജങ്കുക്ക് ഫോൺ ടെൻഷനിൽ പോയിരുന്നു. ഹീറോയി മുറിക്കുന്നില്ല. ഒയ്യാരി എനിക്ക് ലേറ്റായി, ബായ് ഒയ്യാരി എന്ന് പറഞ്ഞു. ഒയ്യാരി വീട്ടിലെ ബായ് എന്ന് ഹീറോയി അവിടുന്ന് ഓടിപ്പോയിരുന്നു. നൈറ്റായിരുന്നു. അതെ 9:30 അതിനെ കൊണ്ട് ജങ്കുക്ക് വന്നത്. ഹീറോയി ഒറ്റ ഓട്ടം ഓടി വീട്ടിലേക്ക് പോയിട്ട് പോയി. ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയി കോളേജ് ഫസ്റ്റ് ഇയർക്ക് എത്തി. അതെ ഒയ്യാരിക്ക് ഇപ്പോൾ എത്ര ഏജായി? 4 വയസ്സായി. അതെ ഹീറോയി 12th ആണ്, +2 ആണ് പഠിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഹീറോയ്ക്ക് 18 വയസ്സായി. ഇപ്പോൾ ഹീറോയ്ക്ക് ഫസ്റ്റ് ഇയർ കോളേജ് ജോയിൻ. മമ്മി പറയായിരുന്നു ഹീറോയിൻ്റെ അവിടെ, ഓയൻ ഈ ഫുഡ് ഞാൻ പറഞ്ഞേക്ക് മിയ ഈ ഫുഡ് എടുത്തോണ്ട് പോവും, എൻ്റെ ഫ്രണ്ട്സൊക്കെ കൊടു എന്ന് പറയായിരുന്നു. എൻ്റെ മമ്മി ഇത് ഫുഡ് ഇല്ലടി, ഒയ്യാരിൻ്റെ ബർത്ത്ഡേ അതുകൊണ്ട് ഫുഡെല്ലാം ഉണ്ടാക്കിയത് ആൻറ്റി തന്നതാ, നീ കോളേജിൽ പോകുന്നല്ലേ, മമ്മി ടിഫിൻ ഇല്ലടി ഇപ്പോൾ എടുത്തോണ്ട് എന്നെ പറയുന്നത്. ഹീറോ എടുത്തോണ്ട് പോയായിരുന്നു. ഫ്രണ്ട്സൊക്കെ കൊടുക്കായിരുന്നു. ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഇങ്ങനെ പറയായിരുന്നു. ഇങ്ങനെ ഡേയ്സ് നന്നായിട്ട് പോകുന്നത്. കോളേജിലൊരു സീനിയർ ഹീറോയിൻ്റെ പുറകെ നടക്കുക. ഹീറോയ്ക്ക് പ്രൊപ്പോസ് ചെയ്തു. ഹീറോയെ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു.